ഇത് തേങ്ങ കേട്ടോ. തേങ്ങ എടുക്കുമ്പോൾ എങ്ങനെ നല്ലത് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തേങ്ങയുടെ കണ്ണിരിക്കുന്നുണ്ടോ, ഇത് ഒരു ഭംഗിയില്ലാണ്ട് അത്രയ്ക്കാണ്ടൊരു ഡാർക്ക് കളറല്ല. അപ്പോൾ ഇത് പൊട്ട തേങ്ങയായിരിക്കും കേട്ടോ. ഇത് മൂത്ത തേങ്ങയല്ല, ഇത് നല്ല ഡാർക്ക് കണ്ണായിട്ടുള്ളത്. ഇതേന ഈ തേങ്ങയുടെ കണ്ണ് കണ്ട, ഇത് നല്ല കറുത്ത കണ്ണാണ്. പിന്നെ ആ കണ്ണുമ്പോൾ നമ്മളൊന്ന് ഞെക്കി നോക്കുകയും ചെയ്യണം. ചീഞ്ഞ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒന്ന് ഞെക്കി നോക്കിയാൽ ഇങ്ങനെ ഞെക്കി നോക്കണം. നല്ല മൂത്തതുണ്ടെങ്കിൽ നല്ല ഒരു കിലിങ്ങണ ഒരു ഞെരിയണ ഒരു സൗണ്ട് ഉണ്ടാവും. പിന്നെ തേങ്ങയുടെ കളറായിരുന്നാലും ഈ തേങ്ങയുടെ കളർ കണ്ട നല്ലൊരു ഡാർക്ക് കളറായിട്ട് ഇരിക്കണില്ലേ. അപ്പം ഇതിനകത്തുനിന്നൊരു പൊട്ട തേങ്ങ എടുത്ത് ഇത് പൊട്ട തേങ്ങ കേട്ടോ. ഇതിൻ്റെ നൈസ് ഇരിക്കണണ്ട, ഒരു ഭംഗിയില്ല. തേങ്ങയ്ക്ക് ആയിരുന്നാലും അത്രയ്ക്ക് നല്ലൊരു കളറില്ല. അപ്പോൾ ഇത് പൊട്ട കളർ തേങ്ങ കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഉള്ളതിൽ ഒരു പകുതിയിൽ കൂടുതൽ തേങ്ങ പൊട്ട തേങ്ങയാണ്. നോട്ടെ അത് കാണിച്ച്. ഈ തേങ്ങ കുഴപ്പമില്ല, പക്ഷേ ഈ തേങ്ങ മുളച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇനി ഒരു നല്ല തേങ്ങ എടുത്ത്. സാധാരണ കടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ തേങ്ങ ജസ്റ്റ് ഒന്ന് കുലുക്കി നോക്കിയിട്ട് എടുത്തുള്ളൂ. ഇതൊക്കെ പൊട്ട തേങ്ങ കേട്ടോ. ഇതിൻ്റെ കണ്ണാക്കി ഇരിക്കുന്നുണ്ട്. തേങ്ങയ്ക്കായിട്ട് നല്ല ഒട്ടും കളറില്ല. ഇതും പൊട്ട തേങ്ങയാണ്. നീ നിന്റെ തേങ്ങ മറ്റേ തേങ്ങ നല്ലതാണ്. ഈ തേങ്ങ നല്ലതാട്ടോ. ഈ തേങ്ങയുടെ കളർ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ തേങ്ങ ഇരിക്കുന്നുണ്ടോ, ഇത് പൊട്ട തേങ്ങ കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതും നല്ല തേങ്ങയാണ്. ഇത് നല്ല തേങ്ങ കേട്ടോ. ഇതിൻ്റെ കണ്ണിരിക്കുന്നുണ്ടോ. തേങ്ങയ്ക്കായിരുന്നാലും നല്ലൊരു മൂത്ത തേങ്ങയുടെ ഒരു കളറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ തേങ്ങ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് കുലുക്കി നോക്കുകയും ചെയ്യാം. ഒന്ന് കുലുങ്ങിയാൽ മതി, ഒരുപാട് കുലുങ്ങിയൊന്നും വേണ്ട തേങ്ങ. അത് കാണിച്ച തേങ്ങ കാണിച്ച്. ഈ തേങ്ങയ്ക്ക് ഭയങ്കര പൊട്ട തേങ്ങ കേട്ടോ. ഇതും പൊട്ട തേങ്ങ മതി. ക്യാബേജ് എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല കനമുള്ള ക്യാബേജ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനത്തെ ക്യാബേജ് ആയിരിക്കും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുക. കനമില്ലാത്ത ക്യാബേജ് എടുക്കരുത് കേട്ടോ. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല കനം തോന്നണം. അല്ലെങ്കിൽ ചില ക്യാബേജൊക്കെ ഭയങ്കര പൊള്ളയായിട്ടിരിക്കും. അങ്ങനത്തെ ക്യാബേജ് എടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ നല്ല ക്യാബേജ് കേട്ടോ. ഇത് കുടപ്പന കേട്ടോ. കുടപ്പന എടുക്കുമ്പോൾ നല്ല കുടപ്പന എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുടപ്പന ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂവ് നല്ലതായിട്ടിരിക്കണം. തുറന്ന് അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുടപ്പനല്ല കേട്ടോ. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ആ സെയിം തന്നെ ഒന്നും കൂടി തുറക്കാം. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും നല്ലത്. അത് നമ്മൾ ഒരെണ്ണം തുറന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മൾ എടുത്ത് വയ്ക്കരുത് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ നോക്കിയപ്പോഴും കുടപ്പൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി പൊളിക്കും. നമ്മൾ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇതിന് അത്രയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുഴപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 1-2 നമ്മൾ ചിലപ്പോൾ തുറക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പൊട്ടയായിട്ടിരിക്കും. പക്ഷെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ഒരു 3 ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇതൊന്നും നല്ലതല്ലേ. ഇവിടെ ഇരിക്കുന്നത് ഒന്നും ഫ്രഷ് അല്ല കേട്ടോ. അല്ല, ഇതൊക്കെ ഭയങ്കരമായിട്ട് കളർ മാറിയേക്കും തന്നെ. നമ്മളെടുത്തതായിരുന്നു ഏറ്റവും നല്ലത്. നമ്മൾ ഫസ്റ്റ് എടുത്തതായിരുന്നു കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇതൊക്കെ ഭയങ്കര പൊട്ടയാട്ടോ. അത് പക്ഷേ 1-2 ഒരു 3 ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിച്ച് നോക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ചീഞ്ഞതാണ്. കപ്പ നമുക്ക് നല്ലതാണെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ കപ്പയുടെ കളർ കണ്ട, ഇതുമ്പോൾ വേറൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് നല്ല കപ്പയല്ല കേട്ടോ. നല്ല കപ്പയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല വെള്ള കളറായിരിക്കും. അപ്പോൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് ഒടിഞ്ഞു വരും. നല്ല കനം കുറഞ്ഞതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടാണ്ട് തന്നെ ഒടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നല്ല കപ്പ കേട്ടോ. എന്നാലും ചെറുതായിട്ടൊരു കറുത്ത കളറുണ്ട്. ഫുള്ള് നല്ല വെള്ള കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കപ്പയായിട്ടിരിക്കും. ഇപ്പോൾ കപ്പ നിങ്ങൾ എടുക്കുമ്പോൾ അതേപോലെ നോക്കിയിട്ട് എടുക്കുക. ഉള്ളിൽ നല്ല വെള്ള കളറുള്ള കപ്പയായിരിക്കും നല്ലത്. ചെറുതായിട്ടൊരു കറുത്ത കളർ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പ പൊട്ട കപ്പയായിരിക്കും.
അപ്പോൾ ഇതുമേയും ചെറുതായിട്ട് ഒരു കറുത്ത കളർ വന്നേക്കണുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഇതും അത്രയ്ക്ക് നല്ല കപ്പയല്ല കേട്ടോ. ഫുള്ള് നല്ല വെള്ള കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കപ്പയായിട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങി ഇരിക്കുന്നുണ്ട്, മത്തങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങി എടുക്കുമ്പോൾ നല്ല കുമ്പളങ്ങി എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര പൊട്ടയാട്ടോ. നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് നല്ല കുമ്പളങ്ങി അല്ല കേട്ടോ. നമ്മൾ ഞെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇതുമൊന്നും അത്രയ്ക്ക് നല്ല ഫ്രഷ് അല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഓൾറെഡി ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് നല്ലതല്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ചിലത് ഞെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലിഞ്ഞ പോലെ ഇരിക്കും. അങ്ങനത്തെ കുമ്പളങ്ങിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊട്ടയായിട്ടിരിക്കും കേട്ടോ. ഇത് പഴയ സ്റ്റോക്കാണ്. ഇപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുതിയത് ചിലപ്പോൾ കട്ട് ചെയ്ത് തരും. ഇതും അങ്ങനെ തന്നെ, ഇതും അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ. വലിയ കുഴപ്പമില്ല. പക്ഷെ ഞെക്കുമ്പോൾ അങ്ങനെ ഒട്ടിങ്ങനെ അലിയാണ്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. പിന്നെ ഇവിടെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു LBക്ക് $1.5 പറയുന്നത്. ഒരു LB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 450 ഗ്രാം. $1.5 ആകുമ്പോൾ ഏകദേശം ഒരു 120 രൂപയ്ക്ക് വരും. പിന്നെ മത്തങ്ങ ആണെങ്കിലും അങ്ങനെ തന്നെ, ഇങ്ങനെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. പിന്നെ മത്തങ്ങയ്ക്ക് നല്ല കളറുള്ള മത്തങ്ങ ആയിരിക്കണം. അപ്പോഴായിരിക്കും മത്തങ്ങ വെച്ചിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗുരുവായൂർ പപ്പടമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂർക്കയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രോസണാണ്, പക്ഷെ എന്നാലും ഈ ബ്രാൻഡ് നല്ലതാട്ടോ, ആനന്ദിൻ്റെ. ഇത് ഞാൻ എപ്പോഴും വാങ്ങാറ്. പിന്നെ ഡെയിലി ഡിലീറ്റിൻ്റെ കൂർക്കയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആനന്ദിൻ്റെ ബ്രാൻഡാട്ടോ കൂടുതൽ ഇഷ്ടം. അത് കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതിനുണ്ടോ കുറച്ചും കൂടി വില കുറവ്. ഇത് മുരിങ്ങക്കായ കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത് ദീപിൻ്റെ ബ്രാൻഡാണ് വാങ്ങാറുള്ളത്. എപ്പോഴും നല്ല ഫ്രഷ് കിട്ടും. എന്നാലും ഞാൻ എപ്പോഴും ഇതേപോലെ ഒന്ന് തുറന്നു പോകാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നാശമായിട്ടിരിക്കും. തുറന്നു പോട്ടെ കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആട്ടോ. ദീപിൻ്റെ എപ്പോഴും നല്ല ഫ്രഷാണ് വരാറ്. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ തുറന്നു നോക്കും, പക്ഷെ അത് തന്നെ എടുക്കും. കേടങ്ങനെ വരാറില്ല. പിന്നെ ഇവിടെ ഫ്രോസൺ കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കപ്പ കേട്ടോ. നല്ല വെള്ള കളറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കപ്പ ഫ്രഷ് ആയിട്ടോ വാങ്ങാറ്. ഫ്രോസൺ ഞാനങ്ങനെ വാങ്ങാറില്ല. പക്ഷെ മിക്കവരും പറയാറുണ്ട് ഫ്രോസൺ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ഇവിടെ കുടംപൊടി ഉണ്ട് കേട്ടോ. പുളി ഉണ്ട് കേട്ടോ. ഇത് ഈസ്റ്റേണിൻ്റെ ബ്രാൻഡ് കേട്ടോ. ഇത് ഞാനിപ്പോൾ അപ്പന ബസാർ എന്ന് പറഞ്ഞ കടയിലോട്ടോ. അപ്പോൾ ഇവിടെ ഈ സ്പൈസസൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ അവിടെ ഉണ്ടോ ഇത് വെച്ചേക്കണത്. കാരണം എൻ്റെ അടുത്ത് ഇതിനുമ്പ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഇത് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഞാൻ കടയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ ഏത് സെക്ഷനിൽ നിന്നാണ് കിട്ടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ കുടംപുളി, ഈസ്റ്റേണിൻ്റെ ബ്രാൻഡ്. ഇതിപ്പോൾ ഇന്ത്യൻ കടയിൽ വാങ്ങാൻ വിൽക്കാൻ വെച്ചത് കേട്ടോ. 2 വെറൈറ്റി മാങ്ങയുണ്ട്. ഇപ്പോൾ സാധാരണ ഈ 2 വെറൈറ്റി മാത്രമേ വരുള്ളൂ കേട്ടോ. ഈ മാങ്ങയാണ് എപ്പോഴും വരാറ് അവിടെ. നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ബാഗാണ്. അയ്യോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉദാഹരണത്തിന് $2. $2 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 150 രൂപ.
ഇന്ത്യൻ കടയിൽ നിന്ന് കുറച്ച് പഴം വാങ്ങിച്ചിട്ടോ. നമ്മുടെ നാട്ടിലെ പഴത്തിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല.